ആദ്യമായി തന്നെ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന കേരള യുക്തിവാദി സംഘത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ എൻ്റെ വിഷയം എന്താണ് റിഡക്റ്റീവ് എന്നാണ്. റിഡക്റ്റീവ് എന്നും പറയും, റിഡക്ഷ്യോ എന്നും പറയും, രണ്ട് പ്രൊണൗൺസിയേഷനുണ്ട്. വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത് യുക്തിവാദികൾ, സ്വതന്ത്ര ചിന്തകർ, നാസ്തികർ, റാഷണലിസ്റ്റ്, ഇങ്ങനെയുള്ള പല ലേബലുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഈ ലേബലുകൾ ചിലപ്പോൾ നമ്മൾ സ്വയം അണിയാറുണ്ട്, ചിലപ്പോൾ സമൂഹം നമുക്ക് നൽകാറുണ്ട്. ചില ആളുകൾ സ്വയം പറയാറുണ്ട് ഞാൻ യുക്തിവാദിയാണ്, ചിലപ്പോൾ നമ്മുടെ പ്രവർത്തനം കണ്ട് സമൂഹം പറയാറുണ്ട് ഇവനൊരു യുക്തിവാദിയാണ് അല്ലെങ്കിൽ ഇവനൊരു റാഷണലിസ്റ്റാണ്. അപ്പോൾ നമ്മളിൽ നിന്നുള്ള പ്രതീക്ഷ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് സമൂഹത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അത് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ എടുക്കാം. ഒന്ന്, കപടശാസ്ത്രത്തെ പൊളിക്കുക. രണ്ട്, അന്ധവിശ്വാസത്തെ ഇല്ലാതാക്കുക. റീസൺ ആൻഡ് ലോജിക്ക്, അതായത് യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുക. ഇത് നമ്മൾ ശരിക്കും ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഇച്ചിരി തർക്കത്തിലുള്ളതാണ്, എന്നാലും നമ്മളിൽ നിന്നുള്ള പ്രതീക്ഷ അതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ശാസ്ത്രീയ മനോവൃത്തി സമൂഹത്തിൽ കൊണ്ടുവരിക, പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ഒരു യുക്തിവാദി, റാഷണലിസ്റ്റ്, ഏത്തിയിസ്റ്റ്, സ്വതന്ത്ര ചിന്ത ആയതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ തെറ്റായ ആഖ്യാനങ്ങളെയും തെറ്റായിട്ടുള്ള ലോകവീക്ഷണങ്ങളെയും തെറ്റായിട്ടുള്ള വാദങ്ങളെയും സമൂഹത്തിൽ പൊളിക്കുക, അതോടൊപ്പം തന്നെ ശരിയായ ലോകവീക്ഷണം സമൂഹത്തിലെത്തിക്കുക. ഇതാണ് ചുരുക്കത്തിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ശാസ്ത്രീയ മനോവൃത്തി, അന്ധവിശ്വാസ നിർമ്മാർജ്ജനം, ഇതുകൊണ്ടൊക്കെ നമ്മൾ പല പല വാക്കുകൾ പറയുന്നുണ്ടെങ്കിലും ചുരുക്കി പറഞ്ഞാൽ തെറ്റായ വാദങ്ങൾ പൊളിക്കുക, ശരിയായ ലോകവീക്ഷണം സമൂഹത്തിൽ എത്തിക്കാൻ ശ്രമിക്കുക. ഈ കാര്യമാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ന് ലോജിക് ഡേയിലും ഈ രണ്ട് കാര്യങ്ങളാണ് ബേസിക്കലി ലോജിക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തെറ്റായ ആഖ്യാനങ്ങളെ പൊളിക്കുക, ശരിയായ ലോകവീക്ഷണം സമൂഹത്തിൽ എത്തിക്കാൻ നോക്കുക. അപ്പം അതിന് നമ്മൾ ചില ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് അബ്ഡക്റ്റീവ് റീസണിങ് ആണ്. അത് പേര് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട. ബേസിക്കലി നമ്മളെല്ലാം കേട്ട് പരിചയമുള്ളൊരു സംഭവമാണ്. പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് ലോകവീക്ഷണങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ വരുമ്പോൾ തെളിവ് ഏതിനാണോ കൂടുതലുള്ളത്, തെളിവ് നോക്കി തെളിവ് ഏതിനാണോ കൂടുതൽ സാധുത നൽകുന്നത്, ശരിയാവാൻ സാധ്യതയുള്ള ലോകവീക്ഷണം ഏതാണ്, അത് നോക്കി നമ്മൾ ഒരു ലോകവീക്ഷണത്തെ ചൂസ് ചെയ്യുക. ഇത് നമ്മൾക്ക് ഓൾറെഡി യുക്തിവാദികളുടെ, ഇവിടെ കേരളത്തിലുള്ള എല്ലാ യുക്തിവാദികളുടെയും തലച്ചോറ് ഓൾറെഡി സെറ്റായ കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് അധികം ചർച്ച ചെയ്യപ്പെടാത്ത രണ്ട് വിഷയങ്ങളാണ്. ഇപ്പോൾ ഈ അബ്ഡക്റ്റീവ് റീസണിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, തെളിവുകൾ നയിക്കുന്ന നിരീശ്വരവാദത്തിലേക്ക് എന്നാണ്. അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ബേസിക്കലി ഈശ്വരവിശ്വാസം, നിരീശ്വരവാദം എന്ന് പറയുന്ന രണ്ട് പരസ്പര വിരുദ്ധമായിട്ടുള്ള ലോകവീക്ഷണങ്ങൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നായിരുന്നു ആ വിഷയം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റ് രണ്ട് ടൂൾസാണ്. അതിൽ ആദ്യത്തേതാണ് റിഡക്റ്റീവ് ആഡ് അബ്സേർഡം. റിഡക്റ്റീവ് ആഡ് അബ്സേർഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നിർവചനം ഞാൻ വായിക്കാം. എ പ്രോസസ് ഓഫ് റെഫ്യൂട്ടേഷൻ ഓൺ ഗ്രൗണ്ട്സ് ദാറ്റ് കോൺട്രഡിക്ഷൻസ് വുഡ് എൻസ്യൂ ഫ്രം അക്സെപ്റ്റിംഗ് ദ റീസണിങ് ഓഫ് എ ഗിവൺ ആർഗ്യുമെൻറ്റ്. എന്തോ വലിയ കടികട്ടിയായിട്ടുള്ള സംഭവമൊന്നുമല്ല. ബേസിക്കലി നമ്മുടെ സമൂഹത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉദ്ദേശം എന്താണ്? തെറ്റായ വാദങ്ങളെ പൊളിക്കുകയും ശരിയായ ആഖ്യാനങ്ങൾ കണ്ടുപിടിക്കുകയാണല്ലോ. അപ്പോൾ തെറ്റായ വാദങ്ങളെ നമുക്ക് പൊളിക്കണമെങ്കിൽ അതിന് ഉള്ള ഒരു രീതിയാണ് ഈ വാദത്തിൻ്റെ യുക്തി. വാദത്തിന് വേണ്ടി നമ്മൾ അംഗീകരിച്ചാൽ ഇതൊരു വൈരുദ്ധ്യമാണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിഡക്റ്റീവ് ആഡ് അബ്സേർഡം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു വാദം നമ്മുടെ മുമ്പിലുണ്ട്, ആ വാദത്തെ നമ്മൾ നിങ്ങൾ പറഞ്ഞത് തൽക്കാലത്തേക്ക് നമുക്ക് എടുക്കാം, നിങ്ങൾ പറഞ്ഞ യുക്തി തൽക്കാലത്തേക്ക് എടുക്കാം, അത് എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നോക്കൂ, ഇതൊരു വൈരുദ്ധ്യത്തിലേക്ക് എത്തിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് റിഡക്റ്റീവ് ആഡ് അബ്സേർഡം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് എം ഭക്തിൻ ഇതുമായിട്ട് സിമിലർ ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. റിഡക്റ്റീവെ കുറിച്ചല്ല പറഞ്ഞത്, പുള്ളി ഒരു സിമിലർ സംഭവമാണ്, അതൊന്ന് വായിക്കാം. ട്രൂത്ത് ഈസ് റിസ്റ്റോർഡ് ബൈ റെഡ്യൂസിങ് ദ ലൈറ്റ് ടു ആൻ അബ്സേർഡിറ്റി. കള്ളത്തരത്തെ ഒരു അബ്സേർഡിറ്റിയിലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ സത്യം വെളി വരുന്നത്. അത് തന്നെയാണ് നമ്മൾ യുക്തിവാദികൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് തെറ്റായ ആഖ്യാനങ്ങളെ പൊളിക്കുക, ശരിയായ ലോകവീക്ഷണം സമൂഹത്തിലെത്തിക്കുക. അപ്പോൾ ഒരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് നമ്മൾ റിഡക്റ്റീവ് ആഡ് അബ്സേർഡം ഉപയോഗിക്കേണ്ടത്? നമുക്ക് വാദങ്ങൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡിച്ച് നടന്നാൽ പോരെ എന്നൊരു ചോദ്യമൊക്കെ വരും. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. ഞാൻ ഒരു ഉദാഹരണം എടുക്കാം. ഇപ്പോൾ രണ്ട് കൂട്ടർ തർക്കിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാൾ പറയുകയാണ് ദൈവം ഉണ്ട്, വേറൊരാൾ പറയുകയാണ് ദൈവം ഇല്ല. അപ്പം ഇതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടല്ലോ. ഒരാൾ ദൈവം ഉണ്ടെന്ന് പറഞ്ഞു, ഒരാൾ ദൈവം ഇല്ലെന്ന് പറഞ്ഞു. രണ്ടുപേരുടെയും ലോകവീക്ഷണം മാറുന്നില്ല, ഈ കേട്ടോണ്ടിരിക്കുന്ന ആളുകളുടെയും അഭിപ്രായം മാറുന്നില്ല.
പ്രത്യേകിച്ച് ഈ ഡയലോഗ് അങ്ങോട്ട് ഡെവലപ്പ് ഒന്നും ആയില്ല. രണ്ടാമത്തെ ഒരു കേസ് എടുക്കുക. ഒരാൾ പറയുകയാണ്, ഞാൻ ദൈവമുണ്ടെന്ന് കരുതുന്നു, കാരണം ഈ പ്രപഞ്ചത്തെ നോക്കൂ, പ്രപഞ്ചത്തിലെ ഡിസൈൻ നോക്കൂ, ജീവനെ നോക്കൂ, ജീവൻ എത്ര കോംപ്ലക്സ് ആണെന്ന് നോക്കൂ, ഇതെത്ര ഫൈൻ ട്യൂണാന്ന് നോക്കൂ, എന്നുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ദൈവമുണ്ടെന്ന്. വേറൊരാൾ പറയുകയാണ്, പ്രപഞ്ചത്തെ നോക്കൂ, പ്രപഞ്ചം ഭയങ്കര ഡിസോർഡേർഡ് ആണ്, ഡിസൈൻഡ് അല്ല, പ്രപഞ്ചത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ മോശമാണ്, അതുകൊണ്ട് ദൈവമില്ല. ഇതും വെറുതെ ദൈവമുണ്ട് ദൈവമില്ല എന്ന് പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നതാണ് വസ്തുത. കാരണം ദൈവമുണ്ട് എന്ന് അസ്യൂം ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ കരുതുന്ന ആൾ ഓൾറെഡി ദൈവമുണ്ട് എന്ന് കാണിക്കാനുള്ള റീസൺസ് ആണ് എടുക്കുന്നത്. ദൈവമില്ല എന്ന് കരുതുന്ന ആളും ഓൾറെഡി ദൈവമില്ല എന്ന ഉള്ള അസംഷൻ അല്ലെങ്കിൽ കൺക്ലൂഷൻ എടുത്തത് കൊണ്ട് തന്നെ അതിന് വേണ്ട വാദങ്ങളെ വെക്കുന്നുള്ളൂ. ഇവിടെയും കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഒരു നേട്ടവും ഉണ്ടാവുന്നില്ല. ഒരാളും എന്താ പറയുന്നത് ചിന്തിക്കാൻ പ്രേരിക്കപ്പെടുന്നില്ല, ഒരാളുടെ വാദവും മാറുന്നില്ല. കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും പ്രത്യേകിച്ച് ഒരു നല്ല വാദം ആരെങ്കിലും വെച്ചു എന്ന് പ്രത്യേകിച്ച് തോന്നുന്നില്ല. അവിടെയാണ് റിഡക്റ്റീവ് ആഡ് അബ്സേർഡം എന്ന രീതി മാറുന്നത്. റിഡക്റ്റീവ് ആഡ് അബ്സേർഡം രീതിയുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ പറയുകയാണ്, നിങ്ങൾ ഒരു മതവിശ്വാസിയല്ലേ, നിങ്ങളൊരു ദൈവവിശ്വാസിയാണ്, നിങ്ങളൊരു മതവിശ്വാസിയാണ്, നിങ്ങളുടെ വിശ്വാസപ്രകാരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിതാബിനുള്ളൂ, അതൊരു വൈരുദ്ധ്യമല്ലേ എന്ന് നമ്മൾ കാണിക്കുകയാണെങ്കിൽ അവിടെ ഒരു സക്സസ്ഫുൾ ആർഗ്യുമെൻ്റായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമുള്ള ആർഗ്യുമെൻ്റ് അല്ല വയ്ക്കുന്നത്. നമ്മുടെ എതിരാളി നമ്മൾ ഏത് വാദത്തെയാണോ പൊളിക്കാൻ ശ്രമിക്കുന്നത് ആ വാദം പറയുന്ന ആൾ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം മതഗ്രന്ഥമോ അല്ലെങ്കിൽ ആ വ്യക്തി ഓൾറെഡി അംഗീകരിക്കുന്ന കാര്യങ്ങൾ എടുത്തു കാണിച്ചിട്ട് നമ്മൾ വൈരുദ്ധ്യം കാണിക്കുകയാണെങ്കിൽ അതൊരു സക്സസ്ഫുൾ ആർഗ്യുമെൻ്റ്. അത് കേൾക്കുന്ന ആളുകൾക്കും തോന്നുമ്പോൾ ഇവനൊരു കറക്റ്റ് ആർഗ്യുമെൻ്റ് ആണല്ലോ വെച്ചത്, ഇത് എതിർ സംവാദകനും അംഗീകരിക്കേണ്ടി വരും. ശരിയാണല്ലോ, ഞാൻ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്, ഇതൊരു വൈരുദ്ധ്യമാണല്ലോ, അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ ഒക്കെ പണി ചെയ്ത് എൻ്റെ ലോകവീക്ഷണം ഒന്നുകൂടെ ശരിയാക്കിയിട്ട് വരേണ്ടതുണ്ട് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കാം. അതാണ് റിഡക്റ്റീവ് ആഡ് അബ്സേർഡത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം. ഇത് മാത്രമല്ല, ഇതൊരു ഡയലോഗ് അടുത്ത ലെവലിലുള്ള ഡയലോഗിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് റിഡക്റ്റീവ് ആഡ് അബ്സേർഡം ഒരു സക്സസ്ഫുൾ കേസാണ് എന്ന് പറയപ്പെടുന്നത്. നമുക്ക് കുറച്ച് റിഡക്റ്റീവ് ആഡ് അബ്സേർഡത്തിൻ്റെ ഹിസ്റ്ററി നോക്കാം, ഒരു എക്സാമ്പിൾസ്. അതായത് മനുഷ്യ ചരിത്രത്തിൽ എങ്ങനെയൊക്കെ റിഡക്റ്റീവ് ആഡ് അബ്സേർഡം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ്, ഒരു 5 കിലോ ഉള്ള കല്ലും ഒരു 10 കിലോ ഉള്ള കല്ലും ഒരുമിച്ച് താഴെ വിട്ട് ഏത് കല്ലായിരിക്കും ആദ്യം വീഴുന്നത്? ഇപ്പം 10 കിലോ ഉള്ള കല്ലായിരിക്കും ആദ്യം വീഴുന്നതെന്ന് കരുതുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ വെക്കുക. ആരുമില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് എല്ലാവർക്കും അറിയാം ഈ 2 കല്ലും ഒരുമിച്ചാണ് താഴെ വീഴുന്നത്. പക്ഷേ അരിസ്റ്റോട്ടിലിൻ്റെ കാലഘട്ടത്തിലൊക്കെ അരിസ്റ്റോട്ടിലും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും അതിനെയൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ കരുതിയിരുന്നത് ഭാരമുള്ള കല്ലാണ് ആദ്യം താഴെ വീഴുക എന്നതായിരുന്നു. ഈ വാദത്തെ ഒരു പരീക്ഷണവും ഇല്ലാതെ, ഒരു തരത്തിലുള്ള എംപെരിക്കലായിട്ടുള്ള സംഭവങ്ങളും ഇല്ലാതെ റിഡക്റ്റീവ് വാദം വെച്ചിട്ട് പൊളിച്ച ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് ഗലീലിയോ. ഗലീലിയോ അദ്ദേഹത്തിൻ്റെ ഓൺ മോഷൻസ് എന്ന പുസ്തകത്തിൽ ഈ വാദം, അതായത് ഭാരമുള്ള വസ്തുക്കൾ ആദ്യം താഴെ വീഴും എന്നത് ഒരു തെറ്റായ വാദമാണെന്ന് ഒരു റിഡക്റ്റീവ് വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് വിശദീകരിക്കാം. ഗലീലിയോ പറയുകയാണ്, നമുക്ക് അസ്യൂം ചെയ്യാം ഭാരമുള്ള കല്ലാണ് ആദ്യം വീഴുന്നത് എന്നത് നമുക്ക് വാദത്തിനെടുക്കാം. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ 5 കിലോ ഉള്ള കല്ലും 10 കിലോ കല്ലും നൂലിൽ കെട്ടിയിട്ട് താഴെ വീഴ്ത്താം. എന്നിട്ട് സൈഡിൽ കൂടെ അതേസമയം തന്നെ 10 കിലോ ഉള്ള ഒരു കല്ലും കൂടെ വീഴ്ത്തുക. അപ്പോൾ ഏതായിരിക്കും താഴെ വീഴുക? നമ്മളെടുത്ത അസംഷൻ ഭാരമുള്ള കല്ല് താഴെ വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഈ 5ഉം 10ഉം കിലോ നൂല് കൊണ്ട് കെട്ടിയതുകൊണ്ട് എന്താണ് സംഭവിക്കുക? ഇതിനായിരിക്കും ഭാരം കൂടുതലുകൊണ്ട് ഈ ഭാരമുള്ള കല്ലായിരിക്കും താഴെ വീഴുന്നത് എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന അസംഷൻ. എന്നാൽ അതേസമയം ഗലീലിയോ ചോദിക്കുകയാണ്, ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മളെടുത്ത അസംഷൻ ഭാരമുള്ള കല്ല് ആദ്യം വീഴുന്നു എന്നതാണെങ്കിൽ ഈ നൂലിൽ കെട്ടി നമ്മൾ കല്ല് താഴെ വീഴ്ത്തുമ്പോൾ ഈ മുകളിലുള്ള 5 കിലോ പതുക്കെ താഴെ വീഴുകയുള്ളൂ, 10 കിലോ സ്പീഡിൽ താഴെ വീഴും. ഈ നൂലിലൊരു ടെൻഷനുണ്ട്, നൂലിലൊരു വലിവ് വരും. നൂലിലുള്ള ഒരു വലിവ് വരുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുക? ഈ വലിവുള്ള കല്ലും വലിവില്ലാത്ത കല്ലും തമ്മിലൊരു സ്പീഡ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നൂലിൽ കെട്ടിയ 10 കിലോ പതുക്കെ വീഴുകയുള്ളൂ, നൂലിൽ കെട്ടാത്ത 10 കിലോ പെട്ടെന്ന് വീഴും. അപ്പോൾ ഒരേ റീസണിങ്, ഒരേ അസംഷൻ എടുത്തിട്ട് നമുക്ക് കിട്ടുകയാണ് നൂലിൽ കെട്ടിയ കല്ല് പെട്ടെന്ന് വീഴുന്നു എന്നുള്ള കൺക്ലൂഷൻ കിട്ടുന്നു. അതേസമയം തന്നെ നൂലിൽ കെട്ടിയ കല്ല് പെട്ടെന്ന് വീഴുന്നില്ല എന്ന കൺക്ലൂഷൻ. ഇതൊരു വൈരുദ്ധ്യമാണ്, ഇതൊരു ലോജിക്കൽ കോൺട്രഡിക്ഷനാണ്. ഒരേ സമയത്ത് ഒരു സിസ്റ്റം മറ്റേ കല്ലിനേക്കാളും ഫാസ്റ്റായിട്ട് വീഴുമെന്നും എന്നാൽ അതേസമയം തന്നെ ആ സിസ്റ്റം ഈ കല്ലിനേക്കാളും പതുക്കെ വീഴുകയുള്ളൂ എന്നൊരു കൺക്ലൂഷനിലേക്ക് കിട്ടുകയാണ്. ഇതൊരു വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വാദം തെറ്റാണ്. ഭാരമുള്ള വസ്തുക്കൾ
പെട്ടെന്ന് താഴെ വീഴും എന്നത് തെറ്റായ കൺക്ലൂഷനാണെന്നാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, യുക്തിവാദികൾ ബേസിക്കലി ചെയ്യുന്നത് തെറ്റായ ആഖ്യാനങ്ങളെ പൊളിക്കുകയാണ്. ഇവിടെ റിഡക്റ്റീവോ എന്ന ആർഗ്യുമെന്റ് വെച്ചിട്ടാണ് ഗലീലിയോ ഇതിനെ പൊളിക്കുന്നത്. പല ആളുകൾ പറയാറുണ്ട് ഗലീലിയോ ഇത് പിസാ ഗോപുരത്തിൽ ശരിക്കും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു വാദമുണ്ട്. പക്ഷേ അത് ഡിബേറ്റബിൾ ആണ്. പക്ഷേ ഓൺ മോഷൻസ് എന്നുള്ള പുസ്തകത്തിൽ ഗലീലിയോ ഈ വാദം എഴുതി വെച്ചിട്ടുണ്ട്. സോ റിഡക്റ്റീവ് വെച്ചിട്ട് അദ്ദേഹം ഇത് പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് കറക്റ്റാണ്. ആൻഡ് ഇത് വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് ആണ്. ഒരു എംപിരിക്കൽ ഒബ്സർവേഷനും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ വേറൊരു വാദമായിരുന്നു നമ്മുടെ കൊറോണ കാലഘട്ടത്തിൽ ക്ലബ് ഹൗസ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ഈ ദാവാപ്രവർത്തകർ, ഈ അപ്പോളജിസ്റ്റുകൾ ഇവരൊക്കെ കൊണ്ടുവന്നൊരു വാദമായിരുന്നു കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞൊരു വാദമുണ്ട്. അത് ദൈവമുണ്ടെന്ന് തെളിയിക്കുന്ന വാദമാണ്, യുക്തിവാദികൾക്ക് ഇതൊന്നും പൊളിക്കാൻ പറ്റുകയില്ല, ഇന്നൊക്കെയുള്ള യുക്തിവാദികൾക്കുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് അവർ പറഞ്ഞ ഒരു സംഭവമായിരുന്നു എവറിത്തിങ് ദാറ്റ് ബിഗിൻസ് ടു എക്സിസ്റ്റ് ഹാസ് എ കോസ്. അതായത് തുടക്കമുള്ള എല്ലാത്തിനും ഒരു കാരണമുണ്ട്, പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്, അതുകൊണ്ട് പ്രപഞ്ചത്തിനൊരു കാരണമുണ്ട്, അത് ദൈവമാണ്. ഇതായിരുന്നു വാദം. ഈ വാദം നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നില്ല, പക്ഷേ ആ ക്ലബ് ഹൗസ് കാലഘട്ടത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ ആ ഡിസ്കഷൻസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് യൂട്യൂബിലൊക്കെ ആ ഒരു ടൈമിൽ പ്രബലമായിട്ട് നിന്നിരുന്ന വാദമായിരുന്നു. ഈ വാദം കൊണ്ടുവന്ന ആളുകൾ തുടക്കമുള്ള എല്ലാത്തിനും കാരണമുണ്ട് എന്നത് ശരിയാണെന്ന് വാദിക്കാൻ വേണ്ടി ഉപയോഗിച്ച 2 റീസൺസ് ഞാനിവിടെ പറയാം. അവർ പറഞ്ഞത്, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഒരു കാരണവും ഇല്ലാതെ എന്തെങ്കിലും ഉണ്ടാവുക എന്നതൊരു അബ്സർഡിറ്റി അല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അതെ, അബ്സർഡിറ്റി അല്ലേ? നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു അബ്സേർഡായിട്ടുള്ളൊരു ചിന്തയായിട്ടാണ് തോന്നുന്നത്. ഒരു കാരണവും ഇല്ലാതെ ഒരു സംഭവം ഉണ്ടാകുന്നു. ഞാൻ ഈ ടേബിൾ ഉണ്ടാക്കി, ഒരു കാരണമില്ലാതെ തനിയെ ഈ ടേബിൾ ഉണ്ടായി എന്ന് പറയുന്നത് അബ്സർഡിറ്റി അല്ലേ? നമ്മുടെ ശാസ്ത്രം അങ്ങനെ പറയുന്നുണ്ടോ? നമ്മുടെ ശാസ്ത്രം തന്നെ ഒരു കാരണവും ഇല്ലാതെ സംഭവങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നല്ലോ. അതുകൊണ്ട് തുടക്കമുള്ള എല്ലാത്തിനും ഒരു കാരണമുണ്ട്, പ്രപഞ്ചത്തിന് തുടക്കമുണ്ട്, അതുകൊണ്ട് ദൈവം ആ പ്രപഞ്ചത്തിൻ്റെ കാരണം ദൈവമാണ് എന്ന് പറയുന്ന വാദം ശരിയാണ് എന്ന് പറഞ്ഞായിരുന്നു ഈ ഒരു വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ്. ഇതിനെ ഒരു റിഡക്റ്റീവ് വെച്ചിട്ട് ഒരു തത്വചിന്തകൻ പൊളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഫിലിപ്പി ലിയോൺ എന്നാണ്. ഫിലിപ്പി ലിയോൺ അദ്ദേഹത്തിൻ്റെ വർക്കിൽ പബ്ലിഷ് ചെയ്ത കാര്യമാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതായത് നിങ്ങൾ പറഞ്ഞ എന്താണ്, തുടക്കമുള്ള എല്ലാത്തിനും കാരണമുണ്ട് എന്ന് നിങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിച്ച റീസൺ എന്താണ്? നമ്മൾ ചിന്തിക്കുമ്പോൾ കാരണമില്ലാതെ ഒന്നും തുടങ്ങുന്നില്ല. എന്നാൽ അതേ ചിന്ത നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്താണ്, വസ്തുക്കളിൽ നിന്നാണ് വസ്തുക്കൾ വരുന്നത്. അതായത് ഈ ടേബിൾ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്നല്ല ഞാൻ ഉണ്ടാക്കുന്നത്, ഈ ടേബിൾ ഞാൻ ഉണ്ടാക്കുന്നത് മരത്തിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള വേറെ റോ മെറ്റീരിയൽസ്, വസ്തുക്കളിൽ നിന്നാണ് വസ്തുക്കൾ ഉണ്ടാകുന്നത്. നമ്മുടെ സയൻസും പറയുന്നതാണ്, നമ്മൾ കാണുന്നതും അത് തന്നെയാണ്. ഒന്നുമില്ലായ്മ, ഒരു വസ്തു ഇല്ലാത്തൊരു വസ്തു ഉണ്ടാവും നമ്മൾ കാണുന്നില്ല. എക്സിസ്റ്റിംഗ് വസ്തുക്കളിൽ നിന്ന് മാത്രമേ വസ്തുക്കൾ ഉണ്ടാകുന്നുള്ളൂ. നമ്മുടെ ശാസ്ത്രത്തിൻ്റെ കൺസർവേഷൻ ഓഫ് ലോ ആൻഡ് മാറ്ററും ഇതെല്ലാം, കൺസർവേഷൻ ഓഫ് ലോ ഓഫ് മാറ്റർ ആൻഡ് എനർജി, ഇത് രണ്ടും പറയുന്നത് നമ്മൾ എന്ത് മാറ്റം ഉണ്ടായാലും അതിന് മുമ്പുണ്ടായിരുന്ന എനർജി, മാസ് എനർജിയും അതിനുശേഷമുള്ള മാസ് എനർജിയും കൺസേർവ്ഡ് ആണ്. വസ്തുക്കളിൽ നിന്നേ വസ്തുക്കളുണ്ടാകും. ഇതാണ് ഫണ്ടമെൻ്റൽ തത്വം. ഈ തത്വം ശരിയാണെങ്കിൽ ദൈവവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുക്കളില്ലാതെ ഉണ്ടായ ഒരു സംഭവമാണ് പ്രപഞ്ചം, അതുകൊണ്ട് ദൈവവിശ്വാസം തെറ്റാണ് എന്നൊരു റിഡക്റ്റീവ് ആർഗ്യുമെൻ്റാണ് ഇദ്ദേഹം എടുത്തത്. ഈ റിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള ആളുകൾ അംഗീകരിക്കുന്ന തത്വമാണ്. അതായത് നമ്മുടെ ചിന്ത, നമ്മൾ കണ്ണടച്ച് ചിന്തിക്കുന്നത് അബ്സർഡിറ്റി ആയിട്ട് വരുന്നു, നമ്മുടെ സയൻസ് അത് പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലേ എന്നുള്ള അതേ ചോദ്യം തന്നെയാണ് ഫിലിപ്പി ലിയോൺ തിരിച്ച് ചോദിച്ചിട്ടുള്ളത്. വസ്തുക്കളിൽ നിന്ന് തന്നെയാണ് വസ്തുക്കൾ ഉണ്ടാകുന്നത്, അതിനെ നിങ്ങൾ എങ്ങനെ തള്ളിക്കളയും? നിങ്ങളുടെ അതേ യുക്തി എടുക്കുകയാണെങ്കിൽ. ഇവിടെ ഫിലിപ്പി ലിയോണിൻ്റെ ഒരു ബ്രില്യൻ മൂവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാദത്തെ പൊളിക്കാൻ പ്രപഞ്ചത്തിന് തുടക്കമുണ്ടെന്നോ ഇല്ലെന്നോ എന്നൊന്നും കണ്ടുപിടിക്കാൻ അദ്ദേഹം പോയില്ല. നിങ്ങൾ പറയുന്നതിലെ തെറ്റെന്താണെന്ന് കണ്ടുപിടിക്കാനൊന്നും ഫിലിപ്പി ലിയോൺ പോയില്ല. ഫിലിപ്പി ലിയോൺ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, റിഡക്റ്റീവയുടെ മെയിൻ പവർ തന്നെയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് അംഗീകരിച്ചാൽ ഇത് വൈരുദ്ധ്യമല്ല. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് അംഗീകരിച്ച് കഴിഞ്ഞാൽ ദൈവശാസ്ത്രം തെറ്റാണെന്നാണല്ലോ വരുന്നത്. ഇതാണ് റിഡക്റ്റീവയുടെ ഏറ്റവും വലിയ എന്താ പറയുന്നത് ഒരു പവർ. അപ്പോൾ റിഡക്റ്റീവയുടെ ബെനിഫിറ്റ്സ് എന്താണ്? ഒന്ന്, നമുക്കൊരു വാദം പൊളിക്കണമെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് അസംഷൻസ് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അനുമാനങ്ങൾ എടുക്കേണ്ട. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ എന്ന് മാത്രം എടുത്താൽ മതി. എൻ്റെ ഓപ്പോസിറ്റ് പറയുന്ന ആൾ പറയുന്നത് ശരിയാണെന്ന് അസ്യൂം മാത്രം ചെയ്താൽ മതി. വേറെ എൻ്റേതായ ഒരു കയ്യിൽ നിന്നൊന്നും ഇടണ്ട, ആ വ്യക്തി എടുക്കുന്ന റീസണിങ് അല്ലെങ്കിൽ യുക്തി തന്നെ എടുത്താൽ മതി. രണ്ടാമത്തെ കാര്യം, ഞാൻ പറയുന്നത് ശരിയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത എനിക്കില്ല, കാരണം അയാൾ ഓൾറെഡി അംഗീകരിച്ച കാര്യങ്ങളാണ്. അയാൾ ഓൾറെഡി അംഗീകരിച്ച കാര്യങ്ങൾ എനിക്ക് പറഞ്ഞാൽ മതി. മൂന്നാമത്തേത്, അയാൾ പറയുന്ന അല്ലെങ്കിൽ എൻ്റെ എതിർ സംവാദകൻ പറയുന്ന യുക്തി, അതിൽ ഫാലസി എന്താണ് എന്നെനിക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഇതിൽ ഫാലസി ഉണ്ടോ ഇല്ലയോ എന്ന് എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം ഒരു വൈരുദ്ധ്യം കാണിക്കുക എന്നാണ്.
അതിൽ ഫാലസി നിങ്ങൾ കണ്ടുപിടിക്കുക, തെറ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക, ഇത് നിങ്ങൾ കണ്ടുപിടിച്ചു, അത് എൻ്റെ ജോലി കഴിഞ്ഞു. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാദത്തെ ഖണ്ഡിച്ച ശേഷം ആദ്യ വാദം വെച്ച ആൾക്കാണ് റെസ്പോൺസിബിലിറ്റി. എനിക്കിനി പോയി പണിയെടുക്കണമല്ലോ, എൻ്റെ വാദം ശരിയാക്കാനുള്ള പണിയെടുക്കണം. നമ്മൾ വൈരുദ്ധ്യം കാണിച്ചു കൊടുത്തു, ബാക്കി നിങ്ങളുടെ ജോലിയാണ്, നിങ്ങൾ എന്ത് കാണിച്ചു. ഇതാണ് റിഡക്റ്റോയുടെ പവർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിയായ ആഖ്യാനങ്ങൾ എത്തിക്കാനും തെറ്റായ വാദങ്ങളെ പൊളിക്കാനുമുള്ള വൺ ഓഫ് ദി ടെക്നീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതിനെക്കുറിച്ച് തത്വചിന്തകനായ ഗ്രഹാം ഓപ്പി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഗ്രഹാം ഓപ്പി പറയുന്നത്, രണ്ട് പേര് തമ്മിൽ രണ്ട് ലോകവീക്ഷണങ്ങൾ തർക്കിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് 10,000 ആയിരക്കണക്കിന് വാദങ്ങളൊക്കെ ഉണ്ടാക്കാം. ആകെ സക്സസ്ഫുൾ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എതിർ സംവാദകൻ അംഗീകരിക്കുന്ന റീസൺസ് എടുത്തിട്ട് അത് വൈരുദ്ധ്യമാണ് അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസ് ആണെന്ന് കാണിക്കണം. അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. ഐ എം ഇൻക്ലൈൻഡ് ടു തിങ്ക് ദാറ്റ്സ് നോട്ട് ഓൺലി ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്, ഇറ്റ്സ് സോർട്ട് ഓഫ് ദി ഓൺലി സ്റ്റാൻഡേർഡ് ഫോർ സക്സസ്ഫുൾ ആർഗ്യുമെൻറ്റ്. അതായത് ഇതൊരു വാദങ്ങളെ ഖണ്ഡിക്കാനുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡ് മാത്രമല്ല, ദിസ് ഈസ് ദി ഓൺലി സ്റ്റാൻഡേർഡ്. ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ, സക്സസ്ഫുൾ ആർഗ്യുമെൻ്റ് വെക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ഇതായിരുന്നു ഗ്രഹാം ഓപ്പി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് റിഡക്റ്റീവ് ആഡ് അബ്സർഡത്തെക്കുറിച്ച്. ഇനി നമുക്ക് ഒരു ടൂളും കൂടെ എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യുക്തിവാദി ബേസിക്കലി ചെയ്യുന്ന എന്താണ്? തെറ്റായ ആഖ്യാനങ്ങളെ പൊളിക്കുക, ശരിയായ ലോകവീക്ഷണങ്ങൾ സമൂഹത്തിലെത്തിക്കുക. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ. ഇത് നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ യുക്തിവാദ ചിന്തകളിലും യുക്തിവാദ മണ്ഡലങ്ങളിലും നമ്മൾ വളരെയധികം മിസ്സാക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇത് വളരെ ഒരു ആത്മവിമർശനമായിട്ട് യുക്തിവാദികൾ എടുക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ യുക്തിവാദികൾ പറയുന്നൊരു കാര്യമാണ്, ആര് പറഞ്ഞാലെന്താ, ശരി പറഞ്ഞാൽ പോരെ, അല്ലേ? നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. ആര് പറഞ്ഞാലെന്താ, ശരി പറഞ്ഞാൽ പോരെ. അതിൻ്റെ ഒരു പ്രശ്നം ഞാൻ കാണിച്ചത് എന്താണെന്ന്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ, അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ചില വിഷയങ്ങളാണ് അഫർമേറ്റീവ് ആക്ഷൻസ്, അതായത് സംവരണം പോലുള്ള ഈ സംഭവങ്ങൾ. അതിൻ്റെ കൃത്യമായ മലയാളം എനിക്കറിയില്ല. അഫർമേറ്റീവ് ആക്ഷൻ്റെ ഒരു ടൈപ്പാണ് റിസർവേഷൻ. അഫർമേറ്റീവ് ആക്ഷൻ്റെ ശരിക്കുള്ള മലയാളം വാക്ക് എന്താണെന്ന്, എന്നാൽ ഒരു ടൈപ്പ് ഓഫ് അഫർമേറ്റീവ് ആക്ഷനാണ് സംവരണം. ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ്, ഇത് ഭയങ്കരമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കമ്മ്യൂണിസം ക്യാപിറ്റലിസം ചർച്ച, ജെൻഡർ പൊളിറ്റിക്സ്, ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ സമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മലയാളികൾ ചെയ്യാറുമുണ്ട്. ഈ വിഷയത്തിൽ നമുക്കൊരു ശരിയായ ഒപ്പീനിയൻ കിട്ടണം. എന്താണ് ശരി? ഒരു യുക്തിവാദിയുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു ശരിയായ ഒപ്പീനിയൻ കണ്ടെത്തുക എന്നതാണ്. ഇതിൽ നമ്മൾ ശരിയായ ഒപ്പീനിയൻ എങ്ങനെയാണ് കണ്ടെത്തുക? ഞാൻ ചോദിക്കുകയാണ്, ഈ വിഷയങ്ങൾ നമ്മൾ അറിയാൻ വേണ്ടി എത്ര തവണ യുക്തിവാദിയാണെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സ്വയം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന നമ്മൾ ഈ വിഷയങ്ങളിൽ റിസർച്ച് ചെയ്ത PhD ചെയ്ത ആളുകളുടെ വർക്കുകൾ വായിച്ച് ഈ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട്? ഈ ചോദ്യം വളരെ സംഭവമാണ്, നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സാമൂഹിക വിഷയങ്ങളിൽ ഒരു ഒപ്പീനിയൻ, ഒരു അഭിപ്രായം രൂപീകരിക്കാൻ നമ്മൾ ഈ വിഷയങ്ങളിൽ റിസർച്ച് ചെയ്ത എക്സ്പേർട്സുകളുടെ വർക്കുകൾ എത്ര തവണ വായിച്ചിട്ടുണ്ട്? വളരെ കുറവായിരിക്കും. നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ്? നമ്മൾ ഗൂഗിളിൽ ആദ്യം കിട്ടുന്ന കുറേ ബ്ലോഗ് വായിക്കും, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു റൈറ്റർ കാണും, അയാൾ എഴുതിയ പുസ്തകം വായിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആൾ പറയുന്നത്, ഈ വ്യക്തി സംവരണത്തെക്കുറിച്ച് പറയുന്നത്, ഈ വ്യക്തി ജെൻഡറിനെ കുറിച്ച് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുക. അല്ലെങ്കിൽ എന്തായിരിക്കും, ചാനൽ ചർച്ച കണ്ട് ഈ ചാനൽ ചർച്ചയിൽ ഇവൻ പറയുന്നത് മണ്ടത്തരമാണ്, അവൻ പറഞ്ഞ ഭയങ്കര കാര്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിഗമനം എടുക്കും. അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കും, ആ യൂട്യൂബ് ചാനലിൽ പറയുന്നതാണ് ശരി, വേദവാക്യം എന്ന് പറഞ്ഞ് നമ്മൾ കരുതുന്നുണ്ട്. അങ്ങനെ നമ്മൾ ശരി പറയുന്നവരാണ് എന്ന് കരുതുന്ന കുറേ പേരുണ്ട്. ഇപ്പം വെസ്റ്റിലൊക്കെ അങ്ങനെ ശരി പറയുന്നവർ എന്ന ലേബിൾ കിട്ടിയേക്കുന്ന 3 പേരെ ഞാൻ വിളിക്കുന്നു. ജോർഡൻ പീറ്റേഴ്സൺ, പുള്ളി എന്ത് പറഞ്ഞാലും ശരിയാണ്. പുള്ളി ഭയങ്കര എല്ലാ വിഷയങ്ങളും പറയും കേട്ടോ. പുള്ളി ഇസ്രായേൽ പാലസ്തീനെ കുറിച്ച് പറയും, ജെൻഡറിനെ കുറിച്ച് പറയും, പുള്ളി ചരിത്രത്തെക്കുറിച്ച് പറയും, പുള്ളി കമ്മ്യൂണിസത്തെക്കുറിച്ച് എല്ലാ വിഷയങ്ങളിലും പുള്ളി പറയും. അതിലെല്ലാം വെരി ഗുഡ് എന്നുള്ള കമൻസ് കിട്ടും. അതേമാതിരിയാണ് സാം ഹാരിസ്, റിച്ചർഡ് ഡോക്കിൻസ്. ഈ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് അവർ പറയുന്നതിനെല്ലാം വലിയ സ്വീകാര്യതയാണ്. പക്ഷെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഇവർ ഈ സാമൂഹിക വിഷയങ്ങളിലോ ഇവർ ഈ ശാസ്ത്ര വിഷയങ്ങളിൽ പിന്നെയും അവർ പറയുന്നത് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനാണ്. പക്ഷേ ഈ സാമൂഹിക വിഷയങ്ങളിൽ ഇവർ പറയുന്നത് എക്സ്പേർട്ട് ഒപ്പീനിയൻ അല്ല എന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ ഇവരെ വിശ്വസിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ടത്. ഇവർ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ അതിനാണ് ഞാൻ പറയുന്നത് എക്സ്പേർട്ട് ഒപ്പീനിയനെ എന്നാണ് നമ്മൾ റിലൈ ചെയ്യേണ്ടത്. ഈ വിഷയങ്ങൾ, ഓരോ വിഷയങ്ങളിലും എക്സ്പേർട്ട് ഒപ്പീനിയൻ പറഞ്ഞു. നമ്മൾ ഇത്തരം യൂട്യൂബ് സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് പോയി ഒപ്പീനിയൻ കേൾക്കാനുള്ള
ഒരു കാരണമുണ്ട്. അത് നമുക്ക് പരിണാമപരമായിട്ട് നമുക്ക് കിട്ടിയ ചില പ്രശ്നങ്ങളാണ്. അതെന്താണെന്ന് പറയാം. ഒന്ന്, നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. ഓവർ കോൺഫിഡൻറ്റ്, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നവരെ കാണുമ്പോൾ അവൻ അടിപൊളിയാണ് നമ്മൾ പറയും, അവൻ ആ പോയിന്റ് പറഞ്ഞത് എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ എക്സ്പേർട്ടായ വ്യക്തി അത്ര കോൺഫിഡൻ്റ് ആയിരിക്കത്തില്ല. അയാൾ കുറച്ച് കോഷ്യസ് ആയിട്ടും കുറച്ച് ബോറിംഗ് ഒക്കെ ആയിട്ടായിരിക്കും സംസാരിക്കുക. കാരണം അവൻ അറിയാം ഇതങ്ങനെ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല, ഇത് കുറച്ച് നമ്മളൊന്ന് ലൂസായിട്ട് പറയേണ്ട കാര്യമാണ് എന്ന കാര്യം നമുക്കറിയാം. പക്ഷെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന ആളുകളെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന ആളുകളുടെ വാദങ്ങൾ വളരെ കറക്റ്റാണ് നമ്മൾ വിശ്വസിക്കും. രണ്ടാമത്തെ, കൺഫർമേഷൻ ബയസ്. എനിക്ക് ഓൾറെഡി ബയസ് ഉണ്ട്, എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ബയസുണ്ട്. നിങ്ങളുടെ ബയസിനെ തൃപ്തിപ്പെടുത്തുന്ന ആളുകളെയാണ് നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. കൂടുതലും നമ്മൾ എത്ര യുക്തിവാദിയാന്ന് പറഞ്ഞാലും ഫാക്റ്റ് അതാണ്. നമ്മുടെ ബയസുകളെ ആരാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. മൂന്നാമതൊരു സംഭവം കൺഫോമിറ്റി ബയസ്. നേരത്തെ ഞാൻ പറഞ്ഞത് കൺഫർമേഷൻ ബയസ്, ഇത് കൺഫോമിറ്റി ബയസ്. കൺഫോമിറ്റി ബയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടത്തിലുണ്ടെങ്കിൽ ആ കൂട്ടത്തിലുള്ള ആളുകൾ എന്താ ഒപ്പീനിയനാണോ പറയുന്നത് ആ ഒപ്പീനിയനോട് നമ്മൾ ചേർന്ന്. ഇതൊക്കെ ഒരു പരീക്ഷണം തന്നെ നടത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 15 പേരെയൊക്കെ ഒരു റൂമിലിട്ടിട്ട് നമ്മളൊരു 2 വര വരച്ചിട്ട് ഇത് വലുതാണോ ഇത് ചെറുതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ആ 14 ആളുകളോട് പറയുകയാണ് നിങ്ങളെല്ലാം ഒരേ ഉത്തരം എന്ന് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഉത്തരമാണെങ്കിൽ പോലും 15ാമൻ ഇവരെല്ലാവരും ഈ ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാനും ആ ഉത്തരം പറയാം എന്ന് നമ്മൾ പറയും. ഇതൊക്കെ പരീക്ഷണത്തിലൂടെ വന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ നിൽക്കുകയാണ്, അപ്പോൾ ഈ കൂട്ടത്തിലെ ഭൂരിപക്ഷം ആളുകൾ എന്താണോ പറയുന്നത് അതായിരിക്കും ശരിയെന്ന് വിശ്വസിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട്. ഇതിനെയാണ് നമ്മൾ കൺഫോമിറ്റി ബയസ് എന്ന് പറയുന്നത്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ യൂട്യൂബ് സെലിബ്രിറ്റീസ് പറയുന്ന കാര്യമാണ് ശരി എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ 3 കാരണങ്ങൾ. അപ്പം ആര് പറഞ്ഞാൽ എന്താ, ശരി പറഞ്ഞാൽ പോരെ എന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇയാൾ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇയാൾ പറയുന്നത് ശരിയാണെന്ന് അറിയണമെങ്കിൽ ആ വിഷയത്തിൽ റിസർച്ച് ചെയ്തിട്ടുള്ള എക്സ്പേർട്സ് എന്താണോ പറഞ്ഞത് അതാണോ അയാൾ പറയുന്നത് എന്ന് നോക്കി വേണം നിങ്ങൾ തീരുമാനിക്കുക. അപ്പം ആര് പറയുന്നു എന്നതിനൊരു മാറ്ററുണ്ട്. എക്സ്പേർട്സ് ആണോ പറയുന്നത് എന്നതൊരു വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതിനെ ഫോളോ ചെയ്യാതെ നമ്മുടേതായ ഒപ്പീനിയൻസ് പറയുന്നവരെ നമ്മളെപ്പോഴും, അയാൾ ചിലപ്പോൾ ശരിയായിരിക്കും പറയുന്നത്, അയാൾ പറയുന്നത് അയാൾക്ക് ബുദ്ധിയില്ല, ഞാൻ പറയുന്നത് ഈ യൂട്യൂബിൽ പറയുന്നവർക്ക് അങ്ങനെ ബുദ്ധിയില്ല അവരെയൊക്കെ നമ്മൾ തള്ളിക്കളയണമെന്നല്ല. ഞാൻ പറയുന്നത് ആ വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ആ വിഷയങ്ങളിലെ എക്സ്പെർട്ടീസ് PhD ചെയ്ത ആളുകൾ എന്തൊക്കെയാണ് റിസർച്ച് പബ്ലിക്കേഷൻസിൽ വന്നിട്ടുള്ളത് അത് വെച്ച് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളത് എടുക്കാൻ. ഇതാണ് എനിക്ക് ഈ ആര് പറഞ്ഞാൽ എന്താ ശരി പറഞ്ഞാലോ എന്നുള്ളൊരു പോയിന്റിൽ പറയാം. യുവർ ഒപ്പീനിയൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ അക്കാഡമിക് വർക്ക്സ് ഓഫ് എക്സ്പേർട്സ്. ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, നമുക്ക് എക്സ്പേർട്സിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെ നമുക്ക് എക്സ്പേർട്സിനെ എടുക്കാം? അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബിൽ അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഒന്നുമില്ല, സിൽവർ ബുള്ളറ്റ്സ് ഇല്ല. നമുക്ക് കുറച്ച് കഷ്ടപ്പെടണം, എന്നാലും കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു വിഷയത്തിൽ എക്സ്പേർട്ട് ആണെങ്കിൽ അയാൾക്ക് അതിൽ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരിക്കും, അയാൾ അതിൽ വർഷങ്ങളോളം റിസർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, അയാൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കും, എക്സ്പെർട്ട് ഡിഗ്രീസ് കാണും. അയാൾ പറയുന്ന ഒപ്പീനിയൻസ് ആ വിഷയത്തിലുള്ള മറ്റ് എക്സ്പേർട്സ് പറഞ്ഞ വിഷയമായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് BM ഹെഗ്ഡെ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്, അയാൾക്ക് ഡിഗ്രി ഉണ്ട്, പക്ഷേ എന്താണ് മോഡേൺ മെഡിസിൻ തന്നെ ഡിഗ്രി ഉള്ള വ്യക്തിയാണ്. പക്ഷേ അയാൾ പറയുന്നത് ആ മോഡേൺ മെഡിസിനിലുള്ള എക്സ്പേർട്സിന് വിരുദ്ധമായിട്ടാണ്. അപ്പോൾ അയാളൊരു റിലയബിൾ എക്സ്പേർട്ട് അല്ല. അപ്പോൾ എക്സ്പേർട്ട് ഓൾവേസ് ഹാവ് എ കൺസെൻസസ്, അല്ലെങ്കിൽ മറ്റുള്ള ഒപ്പീനിയൻസുമായിട്ട് കൺസെൻസസ് ഉള്ള കാര്യമായിരിക്കും ആ വിഷയത്തിലെ മറ്റ് എക്സ്പേർട്സ് പറയുന്ന ഒപ്പീനിയനുമായിട്ട് കൺസെൻസസ് ഉള്ള കാര്യമായിരിക്കും എക്സ്പേർട്സ് പറയുന്നത്. എക്സ്പേർട്സിന് ഒരിക്കലും സെൽഫ് ഇൻട്രസ്റ്റോ കിക്ക് ബാക്സോ ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് നടത്തേണ്ടത്, അപ്പോൾ ഒരു എക്സ്പേർട്ട് വന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഫണ്ടിൽ പൈസ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെയാണ് നിങ്ങൾ അറിയുന്നത് ഇതിൽ പൈസ ഇട്ടാൽ ഈ എക്സ്പേർട്ടിന് കുറച്ച് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കുറേ മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടിയാണ്, അയാളുടെ ക്രെഡിബിലിറ്റി കുറഞ്ഞു. അല്ലെങ്കിൽ ഇതിനുള്ള വേറെ ഉദാഹരണം വെച്ചാൽ ഈ സൃഷ്ടിവാദികൾ കുറേ സൈറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഡിസ്കവറി ഓർഗ് അങ്ങനെയുള്ള പല സൈറ്റ്സ് ഉണ്ടാക്കിയിട്ട് അവർ പറയാറുണ്ട് ഞങ്ങളുടെ ഒരു PhD ശാസ്ത്രജ്ഞനുണ്ട്, അയാൾ കണ്ടെടുത്തി ഒയബയോജെനിസിസ് തെറ്റാണെന്ന് ഞങ്ങൾ കണ്ടെത്തി. പക്ഷെ നമ്മൾ ആ പറഞ്ഞ ആളുടെ സൈറ്റും ക്രെഡൻഷ്യൽസും നോക്കുമ്പോൾ അയാൾ എന്താ സൃഷ്ടിവാദിയാണ്, സൃഷ്ടിവാദത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ള പ്രതിജ്ഞ എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അയാൾക്ക് സെൽഫ് ഇൻട്രസ്റ്റും കിക്ക് ബാക്സും ഉണ്ട്. അയാളുടെ ട്രാക്ക് റെക്കോർഡും നമ്മൾ ചെക്ക് ചെയ്യണം. അയാൾ ആ വിഷയത്തിൽ എത്രയൊക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ സൊല്യൂഷൻസ് എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എക്സ്പേർട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. സോ ഇൻ ഷോർട്ട്, എന്തുകൊണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഈ എക്സ്പേർട്സിനെ, അല്ലെങ്കിൽ എക്സ്പേർട്സിനെ എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം? സിമ്പിൾ കാര്യം, എനിക്കാണോ ഒരു വിഷയത്തെക്കുറിച്ച്, എന്നെപ്പോലുള്ള ലേ പേഴ്സൺ ആയിരിക്കും ഈ ഒരു വിഷയത്തെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള അറിവ് അറിയുക, ഒരു എക്സ്പേർട്ടിനായിരിക്കും. കാരണം എന്താണ്? കാരണം ഈ
എക്സ്പേർട്സ് ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നത് വർഷങ്ങളുടെ റിസർച്ചിൻ്റെ ബേസിസിലാണ്. ഞാനൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നത് ബ്ലോഗ്, യൂട്യൂബ്, വാർത്ത, ഏതായിരിക്കും ശരിയാവാൻ കൂടുതൽ സാധ്യത? ഓക്കെ, ഞാനൊരു വിഷയത്തെക്കുറിച്ച്, ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അന്ന് കാണുന്ന വാർത്തകൾ, അല്ലെങ്കിൽ ഞാൻ വായിച്ച പോലെ എന്തെങ്കിലും പുസ്തകം, ഇതിൻ്റെ ബേസിസിലായിരിക്കും. ഞാൻ അതിനു വേണ്ടി ടൈം ഡെഡിക്കേറ്റ് ചെയ്യുന്നില്ല, ഞാൻ അതിനു വേണ്ടി എൻ്റെ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്യുന്നില്ല. എക്സ്പേർട്സ് അങ്ങനല്ല. ഓരോ വിഷയത്തിലെ എക്സ്പേർട്സ് അതിനു വേണ്ടി ടൈം ആൻഡ് മണി മാത്രമല്ല, അവരുടെ ഫുൾ ജീവിതം അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് റിസർച്ച് ചെയ്യുന്നവരാണ്. പിന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു എക്സ്പേർട്ട് ആവണമെങ്കിൽ പോലും നിങ്ങൾക്ക് വേറൊരു എക്സ്പേർട്ടിനെ റിലൈ ചെയ്യണം. എനിക്കൊരു വിഷയത്തിൽ, എനിക്കൊരു പരിണാമത്തിലെ ഒരു എക്സ്പേർട്ട് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് പരിണാമം എന്ന വിഷയത്തിൽ റിസർച്ച് ചെയ്തിട്ടുള്ള എക്സ്പേർട്സ് പബ്ലിഷ് ചെയ്ത ജേർണൽസ് വായിച്ചാലേ ഞാൻ പരിണാമത്തിൽ എക്സ്പേർട്ട് ആവും. സോ ഓൾവേസ് റിലൈ ഓൺ എക്സ്പേർട്സ്. ഇതാണ് എനിക്ക് ഈ എക്സ്പേർട്ട് നോളജിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിപ്പം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ എക്സ്പേർട്സിനെ ഡിനൈ ചെയ്യുക എന്നത് വലിയൊരു സാമൂഹിക പ്രശ്നമായിട്ട് നമ്മുടെ കേരളത്തിലും പതുക്കെ വരുന്നുണ്ട്. പല വിഷയങ്ങളും, പല ശാസ്ത്ര സാമൂഹിക വിഷയങ്ങളും നമ്മൾ നമ്മുടേതായ ഒരു അഭിപ്രായം പറഞ്ഞ് അതിൽ വിശ്വസിച്ച് ജനങ്ങൾ മാറുന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ. നമുക്ക് വെസ്റ്റിലുള്ള കുറച്ച് എക്സാമ്പിൾസ് എടുക്കാം. ഓഗസ്റ്റ് 2019 യുണൈറ്റഡ് കിങ്ഡം മീസിൽസ് എന്താ പറയുക എലിമിനേറ്റ് ചെയ്തു എന്ന സ്റ്റാറ്റസ് യുണൈറ്റഡ് കിങ്ഡത്തിന് നഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ ഈ എക്സ്പേർട്സ് വാക്സിൻസ് എടുക്കണമെന്നുള്ള എക്സ്പേർട്ട് ഒപ്പീനിയൻ റിജക്റ്റ് ചെയ്യുകയാണ്. എക്സ്പേർട്സിനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അവരാണോ തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് കുത്തിവെപ്പ് എടുക്കണോ വേണ്ടോ എന്ന്. ഇപ്പോൾ ആളുകൾ വിശ്വസിക്കുന്നത് ഡോക്ടേഴ്സിന് അധികാരമില്ല, നിങ്ങളുടെ കുട്ടികളുടെ മെഡിക്കൽ കണ്ടീഷൻ നോക്കി നിങ്ങളുടെ കുട്ടികൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സിന് അതിനുള്ള അധികാരമില്ല, ഡോക്ടേഴ്സിന് അതിനുള്ള അവകാശമില്ല, നമുക്കറിയാം എൻ്റെ കുട്ടിക്ക് എന്താണ് വന്നത്, ഡോക്ടേഴ്സിനല്ല എന്നുള്ള ചിന്തകൾ സമൂഹത്തിൽ വരികയാണ്. ആളുകൾ ഇന്ന് പറയുന്നത് ജെൻഡർ, ക്ലൈമറ്റ് ചേഞ്ച്, എവല്യൂഷൻ എന്നുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പാടില്ല, കാരണം ഇതൊരു കോൺസ്പിറസി തിയറിയാണ്. ഇവരൊന്നും ഈ എക്സ്പേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും അല്ല, ഞങ്ങൾക്കറിയാം എന്താണ് ശരി. ക്ലൈമറ്റ് ചേഞ്ച് ഇല്ല എന്നൊക്കെ ഇപ്പം നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഒക്കെയാണ് തീരുമാനിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ശാസ്ത്രജ്ഞരല്ല തീരുമാനിക്കുന്നത്, ഡൊണാൾഡ് ട്രംപും പൊളിറ്റീഷ്യൻസും ഇങ്ങനെയുള്ള യൂട്യൂബിലുള്ള ആളുകളാണ്. ഈ ബ്രെക്സിറ്റ് നടന്ന സമയത്ത് ബ്രിട്ടീഷ് ജസ്റ്റിസ് സെക്രട്ടറി പറഞ്ഞതാണ്, പുള്ളിയോട് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ എക്സ്പേർട്സിനെ കൺസൾട്ട് ചെയ്തില്ല, ഈ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ജസ്റ്റിസ് സെക്രട്ടറി പറഞ്ഞത്, ഈ സമൂഹം എക്സ്പേർട്സിനെ കൊണ്ട് മടുത്തിരിക്കുകയാണ്, ഇതാണ് ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ്, എനിക്ക് കൂടുതൽ അറിയാം, എക്സ്പേർട്സ് ആരാടാ, എനിക്കാണ് അറിയാവുന്നത് എന്നൊരു സംഭവം. അപ്പോൾ ഇതാണ് ഇപ്പോഴുള്ള ഒരു പ്രശ്നം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് തെറ്റായ ആഖ്യാനങ്ങളെ പൊളിക്കുകയും ശരിയായ ലോകവീക്ഷണം സമൂഹത്തിൽ എത്തിക്കണമെങ്കിൽ എക്സ്പേർട്സിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അവർ പറയുന്നത് എല്ലാം ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എക്സ്പേർട്സ് ആർ മോർ ലൈക്ലി ടു ബി ട്രൂ ദാൻ എ ലേ പേഴ്സൺ. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി മുതൽ നിങ്ങൾക്ക് സംവരണം, ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ്, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, തർക്കം, ജെൻഡർ, ഇങ്ങനെ ഏത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യൂട്യൂബ് വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആ വിഷയങ്ങളുള്ള പേപ്പർ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ വിഷയങ്ങൾ പേപ്പറുകൾ വായിച്ചിട്ട് എൻ്റെ റെഫറൻസ് ഇതാണ് എന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോ കാണാം. അത് കുറച്ചും കൂടെ റിലയബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. യുക്തിവാദികൾ സ്വയം ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്വന്തം ഒപ്പീനിയൻസ് ഇങ്ങനെ പറഞ്ഞ് ചെയ്യാതെ എക്സ്പേർട്സിനെ ഒന്ന് റിലൈ ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇതാണ് ബേസിക്കലി എൻ്റെ പ്രസൻറ്റേഷൻ. ഇതിൻ്റെ ടേക്ക് അവേ ഇതാണ്. ഇത് ശരിയായ ലോകവീക്ഷണം സമൂഹത്തിൽ എത്തിക്കുകയും തെറ്റായ ആഖ്യാനങ്ങൾ പൊളിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന് അബ്ഡക്റ്റീവ് റീസണിങ്, അത് ഞാൻ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ലോകവീക്ഷണങ്ങളെ എടുക്കണം. രണ്ടാമത്തേത് റിഡക്റ്റീവ് ആഡ് അബ്സേർഡം, അതായത് ഈ എതിർവാദങ്ങളുടെ റീസണിങ്, എതിർവാദങ്ങൾ ഉപയോഗിച്ച യുക്തി അതേപടി എടുത്തിട്ട് അത് വൈരുദ്ധ്യമാണെന്ന് കാണിച്ചു കൊടുക്കുന്ന റിഡക്റ്റീവ് ആഡ് അബ്സേർഡം. മൂന്നാമത്തെ ശരിയായ ലോകവീക്ഷണം, സത്യമായ കാര്യം എന്താണെന്ന് അറിയാൻ എക്സ്പേർട്സിനെ റിലൈ ചെയ്യുക. ഈ 3 ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചാനലാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളുടെ ഒരു ചാനലുണ്ട്, റിഡക്റ്റീവ് മലയാളം. അപ്പം അതാണ് ഈ പ്രസൻറ്റേഷൻ തന്നെ. എന്താണ് റിഡക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഈ ഒരു കാര്യങ്ങൾ സമൂഹത്തിലേക്ക് പറയാനും സ്വതന്ത്ര ചിന്ത, യുക്തിചിന്ത സമൂഹത്തിൽ എത്തിക്കാനും ശ്രമിക്കുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.